എന്താണെന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ തിരിച്ചതേ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. നമ്മൾ ലിജിമോൾ ഏലിക്കുട്ടിയമ്മനെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത് ഗവൺമെൻറ് സ്കൂളിൻ്റെ സൈഡ് ഭാഗത്ത് ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്, അവിടെയാണ്. അപ്പം 7:20 ആയപ്പോഴത്തേക്കും ബസ് വന്നു. ബസ്സിൽ കയറി. നമ്മുടെ മാങ്ങത്തൊട്ടിയിൽ നിന്ന് വരുന്ന ബസ്സാണ്. മാങ്ങത്തൊട്ടിയിൽ നിന്നല്ല, നെടുങ്കണ്ടത്തു നിന്ന് വരുന്നതാണ്. അത് മാങ്ങത്തൊട്ടി കൂടി വരുന്നതാണ് സെൻറ്റ് ജോസഫ്. നമ്മൾ ഈ ബസ്സിൽ ഇടയ്ക്ക് കയറാറുണ്ടല്ലോ, നമ്മൾ കയറുന്നല്ല ഈ ബസ്സിലാണ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും അറിയായിരിക്കും. അങ്ങനെ നമ്മൾ കണ്ടക്ടർ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഇനി നമ്മൾ ആനച്ചാൽ ചെന്നിട്ടുണ്ടെങ്കിൽ ബസ് കിട്ടുമെന്ന്. കാരണം ഈ ബസ് ആനച്ചാൽ വരെ ഉള്ളൂ. അപ്പോൾ ചേട്ടനൊരു ബസ്സിൻ്റെ പേരൊക്കെ പറഞ്ഞ് ചോദിച്ചെന്ന്. അപ്പോൾ അതുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് ബസ് ഉണ്ടല്ലോ എന്നുള്ള ആശ്വാസത്തിലാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങളതേ ആനച്ചാൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ചോയ്സ് ബസ്സുണ്ട്, ചോയ്സ് ബസ്സിന് വേണം പോകാൻ വേണ്ടിയിട്ട്. അമ്മച്ചൂടെ ഉണ്ട്. അപ്പോൾ അതിലതേ ചോയ്സ് ബസ് വരുന്നുണ്ട് കേട്ടോ. എത്തി ചോയ്സ് എത്തി. നമ്മളങ്ങനെ അടുത്ത ബസ്സിലും കയറി. ചോയ്സിലാണ്. അതിന് നേരെ ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ അടിമാലിയിൽ വന്നിറങ്ങി. സമയം ഏകദേശം 9:30 ആയിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ രാജക്കാടിന്ന് ഫുഡ് വാങ്ങിയിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ എന്തായാലും റൂമിൽ ചെന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് ഞാനും അമ്മയും കൂടെ സ്പീഡിലാണ് നടക്കുന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ചെന്നപ്പോഴാണ് ആരോഗ്യത്തിന് ഞങ്ങൾക്ക് മനസ്സിലായത്. കാരണം 9:30 ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അധികം ഇനി പുരുഷന്മാർക്ക് ലേബർ റൂം ഭാഗത്തേക്കൊന്നും പ്രവേശനമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ നോക്കിയിട്ട് പറ്റാത്തതുകൊണ്ട് നമ്മൾ കാഷ്വാലിറ്റി വഴി കയറി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ചങ്ങ് നടന്ന് കാഷ്വാലിറ്റിയിലെത്തി. കാഷ്വാലിറ്റി എത്തിയിട്ട് അവിടുന്ന് കുറച്ച് ഉള്ളിലേക്ക് കയറി പോകണം. അങ്ങനെ ഇതേ ഉള്ളിലേക്ക് കയറി പോവാണ്. ചേച്ചിക്ക് ചെറുതായിട്ട് പെയിൻ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചേച്ചിക്ക് ക്ഷീണമാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഏലിക്കുട്ടിയമ്മ ഇതേ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേ അവരുടെ അടുത്ത് വന്നു. കൊച്ചവിടെ ഇരിപ്പുണ്ട്. ചേച്ചി കിടക്കുകയാണ്. ചേച്ചിക്ക് പെയിനൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല വിശപ്പായതുകൊണ്ട് അവർ ഫുഡ് കഴിച്ച്. അപ്പോൾ ഞാനും അമ്മയും കൂടെ ദേ പൊറോട്ട കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് ഞങ്ങൾ വാരി കൊടുക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കൊച്ചിനും വാരി കൊടുത്ത് ഞാനും അമ്മയും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടായി പുറത്താണ്. ചേട്ടായിനെ ഇനി ഉള്ളിലേക്ക് കയറ്റി വിടത്തില്ല. അപ്പോൾ നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ സ്പീഡ് ഞങ്ങൾ കഴിച്ചു. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു ശേഷം ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ചേച്ചി ചെറുതായിട്ട് ഉറങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ലിജിമോള് വിളിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചേട്ടായിക്ക് പുതപ്പ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ചേട്ടായിക്ക് പുതപ്പൊക്കെ കൊടുത്തു. ഇനി ലേബർ റൂമിലേക്ക് പ്രവേശനമില്ല ആണുങ്ങൾക്ക്, അല്ലെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ചേട്ടായി ഞങ്ങൾക്ക് റൂം കാണിച്ചു തരാൻ പോവാണ് കേട്ടോ. നാളെ ചേച്ചീനെ സിസേറും കഴിഞ്ഞിട്ട് കൊച്ചും ചേച്ചിയും കിടക്കേണ്ട റൂമാണ്. അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടൊക്കെ തിരിച്ചു വന്നപ്പോഴത്തേക്കും ചേച്ചീനെ ലേബർ റൂമിലേക്ക് വിളിച്ചെന്ന് പറഞ്ഞു. ഇവിടെ എല്ലാവരും കേൾക്കാൻ മാത്രം പ്രാർത്ഥിക്കില്ല. ഇച്ചിരി പയ്യെ പ്രാർത്ഥിച്ചാൽ മതി. ഇച്ചിരി പയ്യെ പ്രാർത്ഥിക്കട്ടോ. പച്ചയായ പുൽപ്പടങ്ങളെ അവൻ എന്നെ കിടത്തുന്നു. ചുറ്റുതിയെല്ലാത്തിനകത്തേക്ക് നടത്തുന്നു. പണ്ണെ തണുപ്പിക്കുന്നു. തിന്നാനിട്ട് നീര് വരകി നടത്തുന്നു. കൂലികാലത്ത് അവരെ കൂടെ ഞാൻ നീ എന്നോട് കൂടി ഇരിക്കുമല്ലോ. എൻ്റെ വടിയിൽ നിന്ന് ആശ്രയിക്കുന്നു. എൻ്റെ ശത്രുക്കൾക്കെങ്കിൽ നീ എനിക്ക് വീണ് കൊടുക്കണു. തല എന്നോട് ആശ്രയിച്ചു. എൻ്റെ ബാണം അതൊന്നെ നമ്മെങ്ങനെ പിന്നെ ഇല്ല. ചേച്ചിക്കൊരു ടാബ്ലറ്റ് കൊടുത്ത് വിട്ടു കേട്ടോ, പെയിൻ വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാവരും ഉറങ്ങാൻ കിടക്കുകയാണ്. ഞാനും കുഞ്ഞിപ്പെണ്ണും ഒരുമിച്ചാണ് കിടക്കുന്നത്. അപ്പോൾ ബാക്കി എല്ലാവരും ഉറക്കമായി. എനിക്കാണെങ്കിൽ ഇങ്ങനെ കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല കേട്ടോ. കാരണം ഞാൻ ടോയ്ലറ്റിൻ്റെ ഫ്രണ്ടിലാണ് കിടക്കുന്നത് കൊണ്ട് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗവൺമെൻറ് ആശുപത്രി ആകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ രാവിലെ ആയപ്പോഴത്തേക്കും ചേട്ടായും വന്നു ചേച്ചീനെ ലേബർ റൂമിലേക്ക് വിളിക്കുകയും ചെയ്തു.
അങ്ങനെ 6 മണിക്കാണ് ചേച്ചിയോട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാൻ പറഞ്ഞേക്കുന്നത്. പോച്ചിരിക്കും കൈ തണുക്കാണ്ട് രണ്ട് കൊമ്പ് കെട്ടി വെച്ചേക്കുന്നല്ലേ പിള്ളേരെ പോലെ. ഇപ്പോൾ പിള്ളേരാവുക. ചുന്ദരിയല്ലേ? എന്നെ പോലെ തന്നെയാണ്. അമ്മച്ചി ആൾക്കാർ കേൾക്കണം കേട്ടോ. ആൾക്കാർ നോക്കാക്ക് വെച്ചാൽ നീ പറയുന്നത് ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ ഇവർക്ക് വെള്ളയാട്ടോ, വെള്ള മുണ്ടും വെള്ള ഷർട്ടും വേണം ധരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ മുടിയൊക്കെ 2 സൈഡിലേക്കൊക്കെ കെട്ടി വെച്ചിട്ട് വേണം നമ്മൾ ലേബർ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവർ സിസേറിയൻ ആയതുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ് പോകുന്നത്. അങ്ങനെ പൊന്നുപെണ്ണ് ഇവിടെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേറെ പാട്ട് പാടും. ഇന്നലെ പാടിയതല്ല, വേറൊരു പാട്ട് പാടും. വേറെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും വാണിയിൽ ദാപത്തിരുന്നു ജലബാലഗ്രത് ഇവനാഥൻ കേട്ട് ആമോദര ദൈവനാഥൻ കേട്ടു ആമോദര വണ്ണാതികൾ ഇടടുവാണി വെള്ളിമീനിൽ ഒഴുകുന്നവിൽ താരകരാജകുമാരിയോടത്തൻ തിങ്ങ കലപാടി ലോടിയ അന്ത് തിങ് കലപാടി ലോടിയ. വെരി ഗുഡ്. തടകണ്ണി അട്ടിയായി നടന്നു വേനിച്ച് മുന്നൽ കണ്ടു അവൾ ബെരിലും തന്നെ വന്നു. രാജാതിരാജന്റെ പൊന്തിരുമേനിയും കാലത്തൊടുത്തിൽ കണ്ടു, കാലത്തൊടുത്തിൽ കണ്ടു. ഓക്കേ. രാവിലെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും പൊന്നുകുട്ടിയും അതുപോലെ അമ്മച്ചിയും കൂടെ കൂടി പുറത്തേക്ക് കാഷ്വാലിറ്റിയുടെ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ കുറച്ച് നേരം പോയി നിൽക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തണുപ്പാണ് കേട്ടോ. പിന്നെ ചെറുതായിട്ട് വെയിൽ വന്നു തുടങ്ങിയിട്ടുള്ളൂ. സമയം ഏകദേശം 6:45 7 മണി ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് പോയി നിൽക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 3 നേരം കൂടെ ഇവിടെ വന്ന് വെയിൽ കൊള്ളുവാണേ. അവിടെ പോയിരിക്കാം. പൊന്നുകുട്ടി ഞാൻ ഉച്ച നേരം തണൽ വെയിലത്ത് നിൽക്കട്ടെ. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ ചേച്ചിയും പിന്നെ 2-3 ചേച്ചിമാരും കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരും ലേബർ റൂമിലേക്ക് കൊണ്ടുപോവാണ്. അതെ, കൊച്ചിനെ ഞങ്ങൾ പൊറോട്ടയും മുട്ടക്കറിയും കഴിച്ചു. ഓക്കെ. ഇതെന്റെ ഫോൺ. അപ്പം ഞാനും അമ്മയും കൂടെ ഇതേ ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ കുഞ്ഞു ബേബിക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റിങ്ങിലാട്ടോ. അപ്പം അമ്മയും അന്നക്കുട്ടിയമ്മയൊക്കെ ചായ കുടിക്കാൻ പോയി. ഞങ്ങൾ ഘട്ടമായിട്ടാണ് ചായ കുടിക്കാൻ പോകുന്നത്. അത് ഒരുമിച്ച് പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവർ വന്നിട്ട് വേണമെങ്കിൽ കുട്ടിയമ്മയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉച്ചയ്ക്ക് സിസേറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങാൻ വേണ്ടി എഴുതി തന്നിട്ടുണ്ട്.
അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി മുൻകൂട്ടി എന്തായാലും ഇവർക്ക് അറിയാം സിസേറിയൻ ഇന്ന സാധനങ്ങൾ വേണമെന്നുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കുറച്ച് മുന്നേ ഒന്ന് ഇത് മേടിച്ച് വെക്കാൻ എഴുതി തരികയാണെങ്കിൽ ഇത്ര ഈ സമയത്ത് ഓടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അമ്മച്ചി ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഓരോരുത്തർ മാറിയാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ പെണ്ണും ദേ ഞാനും ഉണ്ട്. അതുപോലെ തന്നെ എല്ലാവരും കൂടെ ദേ ഫ്രണ്ടിൽ നിൽക്കുകയാണ് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ. അപ്പോൾ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ അമ്മയുടെ ആങ്ങളുടെ വൈഫ് അതുപോലെ ചേച്ചിയുടെ അച്ഛൻ്റെ പെങ്ങളെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും പുറത്ത് നിൽക്കുകയാണ് കേട്ടോ, വെയിറ്റ് ചെയ്യുകയാണ് ബേബിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ അമ്മായി ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, കൊച്ചുണ്ടായിരുന്നു, പിന്നെ ചേട്ടായി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച ശേഷം അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞാവെ ഉണ്ടാകാറായിട്ടുണ്ട്. ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ, വേഗം ബേബിയെ കാണാനുള്ള ആഗ്രഹത്തിൽ. അപ്പോഴാണ് ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ ബേബി എത്തിയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞ് ചെറുക്കനാണ് കേട്ടോ. ഒരുപാട് സന്തോഷമായി. അങ്ങനെ കൊച്ചിനെ ലേബർ റൂമിലേക്ക് തന്നെ ഉടനെ മാറ്റി. അപ്പം സിസേറിയൻ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നല്ലോ. അപ്പോൾ പിന്നെ ലേബർ റൂമിലേക്ക് കൊച്ചിനെ കയറ്റിക്കൊണ്ട് പോവാണ്. പിന്നീട് അറിഞ്ഞത് കൊച്ചിന് ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൊച്ചിനെ ഉടനെ കോട്ടയം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. കൊച്ചിന് ഷുഗർ കുറഞ്ഞു, അതുപോലെ ശ്വാസതടസ്സമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊച്ചിനെ മാറ്റണം എത്രയും പെട്ടെന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക്. അടുത്ത വീഡിയോയിലെല്ലാം വിശദമായിട്ട് പറയാം. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ കുഞ്ഞിനെയും അമ്മേനെയും ഓർക്കുക.